ഹായ് ഹലോ അസ്സാം വലൈക്കും. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. 2 ദിവസം കൊണ്ട് നമ്മളെ ഹിബക്കുട്ടി വീട്ടിലില്ലായിരുന്നു. ഞാൻ ഹിബായെ വിളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. കൊച്ചാപ്പായും അനിയത്തിൻ്റെ മോളും കൂടെ ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അവരുടെ കൂടെ കുളമട പോയിട്ടുള്ളതാണ്. ഞാൻ ബസ്സിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസം കുളമട കുട്ടിയുമാടെയും കൊച്ചാപ്പാടെയും കൂടെ നിന്നതിന് ശേഷം അനിയത്തിൻ്റെ വീട്ടിൽ ചാവറോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചാവറോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ബസ്സിലാണ് ഞാൻ പോയത്. അപ്പം ചാവറോട്ട് ബസ് ഇറങ്ങി നിന്നപ്പോഴത്തേക്ക് അനിയൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. മുന്നേക്ക് അനിയത്തിയെ മക്കളെയൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഹിബ ഞാൻ വന്നിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്. അപ്പം പോകാനായിട്ട് ഹിബ കുളിച്ച് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അപ്പൂട്ടി മുട്ടായിയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയത്തിക്ക് 3 പെൺകുട്ടികളാണ്. ഒരാൾ മദ്രസയിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. 4 മണിയായ സമയത്ത് അവൾ മദ്രസയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടത്തിയും മോനും കൂടെ മാമിയെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിതാ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഹിബാക്ക് ഇനിയും കളിച്ച് മതിയായിട്ടില്ല കേട്ടോ. പോകാനായിട്ട് ഡ്രസ്സ് മാറി നിൽക്കുകയാണ്. കുളിച്ചിട്ട് എന്നിട്ട് സൈക്കിളും ചവിട്ടി നിന്ന് കറങ്ങുകയാണ്. അപ്പോൾ അനിയന് പുതിയ വണ്ടി എടുക്കാനായിട്ട് നോക്കാനായിട്ട് ഷോറൂമിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അത് ഡ്രൈവൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല വണ്ടി, അകത്ത് നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. നല്ല കളർ ഇഷ്ടമായില്ലെന്നൊന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ അത് അനിയൻ ഫോട്ടോയും വീഡിയോയൊക്കെ എടുക്കുകയാണ് കേട്ടോ വണ്ടിയുടെ. വണ്ടി ഇതാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കളറ്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവർ ഓട്ടിച്ചൊക്കെ നോക്കിയതിന് ശേഷം എന്താ വണ്ടി തിരിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാൾ മദ്രസയിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു 5:30 ആയ സമയത്താണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അനിയത്തിയാണ് വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പോവാൻ ഇറങ്ങിയതിന് ശേഷം ഇവിടുന്ന് പിന്നെ അങ്ങ് കുളമട കുട്ടിമാരുടെ വീട്ടിലും കൂടെയൊക്കെ ഇറങ്ങിയിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടെ മാങ്ങ ഇരിക്കുന്നത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം നമ്മൾ ഇവിടുന്ന് മാങ്ങ എടുക്കാൻ അവിടെ ഇറങ്ങുന്നതിന് വെച്ച് കൊച്ചാവ മാങ്ങയും കൊണ്ട് തിരിച്ച് ചാവറോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ജാസ്മിയാണ് കേട്ടോ. അപ്പം ജാസ്മി 2 ദിവസം വീട്ടിൽ നിൽക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു. ഹിബ ബാഗ് തൂക്കി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മളിവിടെ ഇവിടെ അല്ല, ആദ്യം നമ്മൾ കുളമടയിൽ കേട്ടോ പോയിട്ടുള്ളത്. പിന്നെ അവിടുന്ന് പിന്നെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഇങ്ങനെ അനിയത്തിക്ക് ഇനി വീട്ടിൽ വരണമല്ലേ, കുറച്ച് ദൂരമുണ്ട്. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ കുളമടയും പോയി. അവിടെ ഒത്തിരി നേരം നിന്നതൊന്നുമില്ല. ചെന്ന ഉടനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ മടവൂര് നമ്മളെ കൊണ്ടുവന്നാക്കിയിട്ട് അവളൊരു 10 മിനിറ്റേ നിന്നിട്ടുള്ളായിരുന്നു. ഇവിടുന്ന് പെട്ടെന്ന് അങ്ങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും വീട്ടിൽ ചെന്നപ്പം ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ 5:30 കഴിഞ്ഞ സമയത്ത് നമ്മളെ മടവൂര് എത്തിയിട്ടുണ്ട്. മോക്കാണെങ്കിൽ 5 വയസ്സിൻ്റെ വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴൊക്കെ ഒരാഴ്ച ആയി എടുത്തിട്ട്, പക്ഷെ കാല് നല്ല വേദന. കാരണം അവളങ്ങനെ കാലിങ്ങനെ ഏന്തി നടക്കുന്നത്. അങ്ങനെ ഇവർ വന്ന ഉടനെ കുറേ പച്ചമാങ്ങയൊക്കെ കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവർ മാങ്ങ കഴിച്ച് തീർന്നിട്ട് പിന്നെ ഉപ്പും മുളകും കൂടെ മാത്രം തൊട്ട് തീറ്റയായിട്ടുണ്ടായിരുന്നേ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവർ ഡ്രസ്സൊക്കെ മാറി പിന്നെ അവരേതായ കാര്യങ്ങളായിട്ട് ഇങ്ങനെ കളിയും ചിരിയൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഹിബക്കുട്ടിക്ക് ഒരു ബാഗ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പള്ളിയിലും ട്യൂഷനും കൊണ്ടുപോകാനായിട്ട് അത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അത് പൊട്ടിച്ച് നോക്കിയിട്ടുള്ളതാണ്. 200 സംതിങ് ആയിട്ടുണ്ടായിരുന്നു. എത്രത്തോളം കൊള്ളാമെന്നൊന്നും അറിയത്തില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട്.
അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇവരെ 3 പേരെയും കാണാനില്ല. അങ്ങനെ ഞാൻ ടെറസിൻ്റെ വണ്ടയിൽ കയറി വയ്ക്കുമ്പോൾ അവരിവിടുന്ന് കളിക്കുകയാണ് കേട്ടോ. പരമ്പൊക്കെ വിരിച്ച് ഏണിയും പാമ്പും കളിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ഒരു ടെറസിൻ്റെ വണ്ടയിൽ ഡ്രാഗൺ നട്ടിട്ടുണ്ടായിരുന്നു. അത് ഈ മുകളിൽ ഇങ്ങനെ ടയർ വെച്ചിട്ടുണ്ടല്ലേ, ആ ടയറിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അടുത്ത വർഷമൊക്കെ ആകുമ്പം കായ്ക്കുമായിരിക്കും. പക്ഷേ ആ ഒരു ഒരു 3-4 മൂട് ഇങ്ങനെ ചുറ്റി ഇട്ടിട്ടുണ്ട്, പൈപ്പൊക്കെ ഇട്ട് റെഡിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് ആ ടയറിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. പിന്നെ രാത്രി ഫുഡ് വെളിയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ച് നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ. പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.